ഞാനിപ്പോൾ ഇരിക്കുന്നത് റോബർട്ട് റേക്സിൻ്റെ ഭവനത്തിലാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ച മഹാനായിരിക്കുന്ന റോബർട്ട് റേക്സിൻ്റെ ഭവനം ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ഒരു കാലഘട്ടത്തിൽ തെരുവിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഞായറാഴ്ചകളിൽ ആരംഭിച്ച ചെറിയ ചെറിയ സ്കൂളുകളാണ് പിൽക്കാലത്ത് മഹത്തായ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നവംബർ മാസം 1-ാം തീയതി അഖില ലോക സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്നുണ്ട്. ദൈവവചനം കാലോചിതമായി പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ തലമുറകൾ ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകും. ഇംഗ്ലണ്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ദേവാലയങ്ങൾ ഇന്ന് പബ്ബായി മാറുന്നുണ്ട്. ദൈവവചനത്തിന് പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ദൈവം, ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത് അരോചകമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് മഹത്തായ ഒരു പ്രസ്ഥാനം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതവും ഉപദേശവും നശിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭവനം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എക്കാലത്തും ദൈവവചനത്തിൽ വളരുവാനായിട്ട് അനുവദിക്കണം. വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, അത് നമ്മുടെ മോട്ടോ ആവണം. മലങ്കര മാർത്തോമാ സുറിയാനി സഭ എപ്പോഴും അനുസ്മരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് പ്രചോദനമാവണം. പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കാണിക്കുന്ന VBS പ്രസ്ഥാനവും സൺഡേ സ്കൂൾ പ്രസ്ഥാനവും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നാമും ഇംഗ്ലണ്ടിലെ ജനങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയോടും സമൂഹത്തോടും യേശുക്രിസ്തുവിനോടും ബന്ധിപ്പിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിൽ നാം അനുസ്മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നും പ്രചോദനമാവണം. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ, ട്രസ്റ്റ്വർത്തി ആൻഡ് ഡിപ്പെൻഡബിൾ. എന്തു മാറിയാലും മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ഈ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരംഭിച്ച മഹത്തായ പ്രസ്ഥാനം അതിനൊക്കെ നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേടുന്നു. കുട്ടികളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് വിനയപ്പെടാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നേർപാതയിൽ നയിക്കുവാൻ ഇംഗ്ലണ്ടിലായാലും ലോകത്തിൻ്റെ എവിടെ ഭാഗത്തായാലും നമുക്ക് ദൈവവചനം കൊടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാ ആശംസകളും ഞാൻ നേരുകയും ചെയ്യുന്നു.